പൊന്നുമോനെ അൽതമിസു മജ്ലിസൽ ഇൽം അല്ലാഹുവിലും ഉണ്ടോ എന്ന് ഞാൻ ഇൽമിന്റെ സദസ്സ് എത്തിച്ചു കഴിഞ്ഞാൽ ആ മജ്ലിസിൽ ചെന്ന് ഞാൻ അതബോടെ വളരെ ബഹുമാനത്തോടെ ആ സദസ്സിൽ മരിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കും കേട്ടോ. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ 2 സ്വർഗത്തെക്കുറിച്ച് അവിടുന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്വർഗമേതാ? പരിശുദ്ധ മദീന മുനവ്വറയിൽ ആ പച്ചക്കുബ്ബയുടെ ചുവടെയുള്ള അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദി വഹബീബി യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് അവിടുന്ന് വെള്ളിയാഴ്ചകളിലും മറ്റുമായി കയറി നിന്ന് ഖുതുബ നിർവഹിച്ച അവിടുത്തെ അനുജന്മാരാകുന്ന സ്വഹാബികളോട് ഉപദേശങ്ങൾ നൽകിയ അവിടുത്തെ മിമ്പറില്ലേ, ആ മിമ്പറിന്റെയും അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജറത്തു ശരീഫയില്ലേ, ആ ഖബറു ശരീഫിന്റെയും ഇടയിലുള്ള 5-10 മീറ്ററുകളോളം അകലെ മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിനൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിൽ വെച്ച് വിശ്വാസത്തിന് ലഭിക്കുന്ന സ്വർഗമാണ് കേട്ടോ. പറയുന്നതാരാ? ജീവിതത്തിൽ ഒരു തവണ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ താത്തൂർ ശുഹദാക്കളുടെ ആ മഹാപ്രവർത്തകന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് സ്വലാത്തിന്റെ വോൾട്ടേജ് ഇത്ര പോരാ. ചെല്ലണം ഹബീബിന്റെ പേര് കേൾക്കുമ്പോ പരിസരം മറന്നിട്ട് ഉച്ചത്തിൽ സ്വലാത്ത്. കാരണം നിങ്ങളുടെയും ഈ സംസാരവും കേൾവിയും ഈ ശുഹദാ ത്തിരുന്ന് ഈ വിജ്ഞാന വിരുന്നിൽ ഒരുമിച്ച് കൂടിയതും മദീന പൂന്തോപ്പിൽ നിന്ന് നോക്കിക്കാ ഹബീബി വസയ്യിദി മുഹമ്മദ് മുസ്തഫ പൂന്തോപ്പിൽ നിസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി ആ റൗള ശരീഫിന്റെ സമീപത്തുള്ള റൗളത്തും മിൻ റിയാദിൽ ജന്നതിന് വേണ്ടി 10,000 തിക്കും തിരക്കും കൂട്ടി കാണാറില്ലേ മുഅ്മിനീങ്ങളെ? ഇതേ സ്വർഗപ്പൂന്തോപ്പ് എന്ന പ്രയോഗമല്ലേ രണ്ടാമത് ഭൂമി ലോകത്തെ സ്വർഗമാണെന്ന് പഠിപ്പിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും തെര്യപ്പെടുത്തിയിരിക്കുന്നത് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗപ്പൂന്തോപ്പാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ല തങ്ങൾ പറയുന്നു, മരണസമയം എപ്പോഴാണെന്ന് വിവരം ലഭിച്ചാൽ സ്വർഗപ്പൂന്തോപ്പിൽ ഞാൻ മരിക്കാൻ തയ്യാറാകും കേട്ടോ. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാ അല്ലാഹു മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈമാൻ
നല്ല ഭക്തിയും ബഹുമാനവും ആദരവും എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഏറ്റിത്തരട്ടെ. നമ്മുടെ മജ്ലിസുകളൊക്കെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുന്നു, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. മുസ്ലിമാണോ അവന്റെ ജീവിതത്തിൽ പടച്ചുറപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അവൻ ശിരസാ വഹിച്ചേ പറ്റൂ. 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിമിന് ഒരു പഴുതുമില്ല. അവനിക്ക് അവന്റെ ജീവൻ ശരീരത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം അവന്റെ ബാധ്യതയാണ്. അതേ, നിൽക്കാൻ കഴിവുള്ളവനാണ് നിന്ന് നിസ്കരിക്കേണ്ടത്. അതിന് കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിച്ചു കൊള്ളണം. ഇരിക്കാൻ കഴിയാത്തവൻ കിടന്നുകൊള്ളണം. കിടന്നിട്ട് നിസ്കരിക്കാൻ കഴിയാത്തവൻ അവന്റെ കണ്ണുകൊണ്ട് നിസ്കരിച്ചു കൊള്ളണം. കണ്ണുകൊണ്ടും സാധ്യമാകാത്തവൻ അവന്റെ ഹൃദയത്തിൽ നിസ്കാരത്തിന്റെ ഖിയാമ് മുതൽ നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നത് വരെ ഓരോ റുക്കുനുകളും അവൻ മനസ്സിൽ രൂപപ്പെടുത്തി ഹൃദയം കൊണ്ട് മുസ്ലിം നിസ്കരിക്കണം എന്നല്ലേ ശരീഅത്ത് നമ്മളോട് പറയുന്നത്. അല്ലാഹുവിനെ 5 തവണ വണങ്ങിയിട്ട് എന്റെയും നിങ്ങളുടെയും എല്ലാ ദിനങ്ങളും കഴിഞ്ഞു പോകാവൂ. പടച്ച റബ്ബ് എല്ലാ ദിനവും സ്മരിക്കുന്നതിന് വേണ്ടി അവനാകുന്ന നമുക്ക് സംവിധാനിച്ച എന്നെ ഓർക്കുന്നതിന് വേണ്ടി എല്ലാവും നിങ്ങൾ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊള്ളൂ. എന്നാൽ പരിശുദ്ധിയിലൂടെ അല്ലാഹു പലയിടങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യ, സൃഷ്ടാവായ പടച്ച റബ്ബ് നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ നീ ഉപയോഗപ്പെടുത്തുമ്പോ നിർദ്ദേശിച്ചതല്ലാതെ ഉടയ തമ്പുരാൻ നിനക്ക് അനുവദിക്കാതെ ആ അനുഗ്രഹങ്ങൾ നീ ചെലവഴിക്കരുതേ. അതേ, നിന്റെ കണ്ണും നിന്റെ കേൾവിയും അതേ എല്ലാ അവയവങ്ങളെ കുറിച്ചും പടച്ച റബ്ബ് ചോദ്യം ചെയ്യും കേട്ടോ. കണ്ണുകൊണ്ട് എവിടേക്കല്ല നോക്കിയത്? നിന്റെ ചെവിടുകൊണ്ട് എന്തെല്ലാമാണ് നീ ആസ്വദിച്ചത്? നിന്റെ കരങ്ങളെ കൊണ്ടും കാലുകളെ കൊണ്ടും നിന്റെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളെ കൊണ്ടും നീ എന്തെല്ലാം ചെയ്തു മോനെ? പടച്ചുറമ്പ് വിചാരണയ്ക്ക് വിധേയമാക്കും. ഞാൻ എനിക്കും നിങ്ങൾക്കും ഈ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉടയ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളെ, സീമകളെ അതിരുകാരെ ലംഘിച്ചു പോകാതെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് 2 ലോകത്തും വിജയമുള്ളൂ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളിൽ 2 അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. എപ്പോഴും കേൾക്കുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 മഹത്വമുള്ള അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ജനങ്ങളിൽ ഭൂരിഭാഗം ആദിക്കുന്നില്ല. അവരെ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്നു. ഏതാണ് 2 വലിയ അനുഗ്രഹങ്ങൾ? ആരോഗ്യമുള്ള യുവത്വ സമയമാണ്.
നിന്റെ സമയമാണ്. ഹബീബി വസീദി ത്വാഹ വയാസീൻ. ചൊല്ലൂ മദീനയിലേക്ക് വളരെ ഉച്ചത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്റെ മാന്യ യുവാക്കളെ, മുള്ള യുവതികളെ ഓർമ്മപ്പെടുത്ത, എനിക്കും നിനക്കും പടച്ച റബ്ബ് തന്ന ഈ യുവത്വം അല്ലാഹു വിരോധിച്ചതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ? പടച്ച റബ്ബേ, എന്നെയും നിങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടി എന്റെയും നിന്റെയും വലതും ഇടതുമായി മാലാഖമാരെ സംവിധാനിച്ചു. ആരോഗ്യമുള്ള സമയം നീ എന്തെങ്കിലും കളവ് പറയുന്നുണ്ടോ? നീ ഹറാമു സംസാരിക്കുന്നുണ്ടോ? നീ തോന്നിവാസം പറയുന്നുണ്ടോ? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബ്. നാവുകൊണ്ട് സംസാരിക്കുന്നതെല്ലാം റഖീബും അതീദും രേഖപ്പെടുത്തു. ആ മാലാഖമാരുടെ രേഖപ്പെടുത്തലുകളിൽ നിന്ന് ഒഴിയുന്നില്ല ഒരു ഹർഫ് പോലും കേട്ടോ. സയ്യിദുനാ ഇബ്രാഹീമുൽ ഖവാസ് റഹിമഹുല്ലാഹ് സൂഫിയാണ്, അലിമാണ്, മഹാനാണ്. നദീതീരത്തിലൂടെ നടന്നോ സമുദ്രത്തിന്റെ തീരത്തിരുന്ന് ദിക്റ് ചൊല്ലുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. സൺഡേ ഹോളിഡേയിൽ അതേ അറ്റമില്ലാതെ പ്രവിശാലമായി പരന്നുകിടക്കുന്ന ആ സമുദ്രത്തിന്റെ തീരത്തിനി എത്തിച്ചേരുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ചൊല്ലണേ. ആ ദിക്റ് ഏതാണ്? സുബ്ഹാനക റബ്ബനാ മാ ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അന്നാർ. അല്ലാഹുവേ, തിരമാലകൾ അലതല്ലുന്ന അതേ കരകാണാത്ത കടൽ നിർമ്മിച്ച അല്ലാഹ്, നീയത്തനാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എല്ലാ പടച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, 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 ഈ സമുദ്രത്തിന്റെ ഉടമയായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ആകാശം കാണുമ്പോ, സമുദ്രം കാണുമ്പോ, അല്ലാഹുവിന്റെ അജായിബുകൾ കാണുമ്പോ മുഅ്മിനീങ്ങളെ നിങ്ങളും പറയേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയതാണ്. അതാ ദിക്റ് ചൊല്ലുന്നു. സമുദ്രത്തിന്റെ തീരത്തിരുന്ന് മനുഷ്യൻ ഇബ്രാഹീമുൽ ഖവാസ് റഹിമഹുല്ലാഹ് ആ സഹോദരനോടൊരു സലാം ചൊല്ലി. അദ്ദേഹം സലാം മടക്കുന്നില്ല. രണ്ടാമതും ആവർത്തിച്ചു ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ ഒന്നുതൽ തവണ ആ സദസ്സിൽ എത്ര മുഴുവൻ സഹോദരങ്ങളും ഹബീബിന്റെ സലാം കേൾക്കേണ്ട തവണകൾ എത്രയാണോ അത്രയും തവണ, ഒന്നും രണ്ടും മൂന്നും തവണകൾ അവിടുന്ന് സലാം ചൊല്ലാറുണ്ടായിരുന്നു. ഹദീസുകൾ പഠിപ്പിക്കുന്നു. ഇബ്രാഹീമുൽ ഖവാസ് റഹിമഹുല്ലാഹ് സലാം ചൊല്ലി. സഹോദരൻ സലാം മടക്കുന്നില്ല. രണ്ടാമതും സലാം ആവർത്തിച്ചു. അദ്ദേഹം അതാ
തന്റെ കൈവിരൽ കൊണ്ട് സമുദ്രതീരത്തിലുള്ള മണലിൽ സലാം മടക്കുന്നു. സലാം എഴുതിയിട്ടാണ് അദ്ദേഹം മടക്കിയത്. ചോദിച്ചു ഇബ്രാഹിം റഹിമഹുല്ലാഹ്, നിങ്ങൾ ദിക്ർ ചൊല്ലുന്നുണ്ടല്ലോ, എന്റെ ദിക്ർ ചൊല്ലുന്ന നാവുകൊണ്ട് ഞാൻ പറഞ്ഞ സലാം മടക്കാതെ പോകുന്നത് അദ്ദേഹം മണനിൽ ഒരു പദ്യം എഴുതി കൊടുക്കുന്നു. മുനിഅൽ ലിസാനു മിനൽ കലാമി ലിഅന്നഹു ഹദ്ഫുൽ ബലാഇ വജലിബുൽ ആഫാതി. ഓ സഹോദരാ, കേട്ടിട്ടില്ലേ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം, നീ നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ ഇന്നത്തെ ദിവസം ഒരു നോമ്പ് നേർച്ചയാക്കി അനുഷ്ഠിച്ചിട്ടുണ്ട്. ലൻ നുകല്ലിമൽ യൗമ, ഇന്നത്തെ ദിവസം ഒരു മനുഷ്യനോടും എന്റെ നാവുകൊണ്ട് ഞാൻ സംസാരിക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം നോമ്പ് മറിയം ബീവിയായ മഹദി മൗനം പാലിച്ചില്ലേ? അതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ ഒരാളോടും സംസാരിക്കൂല, എന്റെ നാവുകൊണ്ട് ഒരാളെയും ഞാൻ അഭിസംബോധനം ചെയ്യൂല എന്ന് തീരുമാനിച്ചിരിക്കും. കാരണം ലിഅന്നഹു ഹദ്ഫുൽ ബലാ, എല്ലാ പ്രതിസന്ധികളെയും കൊണ്ടുവരുന്നത് മനുഷ്യന്റെ നാവല്ലേ. വജാലിബുൽ ആഫാത്തി, എല്ലാ വിപത്തും കൊണ്ടുവരുന്നത് എല്ലില്ലാത്ത മനുഷ്യന്റെ നാവായതുകൊണ്ട് എന്റെ നാവുകൊണ്ട് ഇന്ന് സംസാരമില്ല. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ കൂട്ടുകാരാ, എന്നാൽ തിരിച്ച് ഞാനൊരു പാട്ടുപാടിത്തരാം. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ലാ തക്തുബ് ബിയദിക, നിന്റെ കൈ കൊണ്ട് നീ എഴുതിപ്പോകരുത്. നാളെ അന്ത്യനാളിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിനക്ക് കാണുമ്പോൾ സന്തോഷം ലഭിക്കാത്ത ഒന്നും നിന്റെ നാവിനെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കരങ്ങൾ എന്തെല്ലാം പദ്യങ്ങൾ എഴുതുന്നുവോ എല്ലാം ഗദ്യങ്ങൾ രേഖപ്പെടുത്തു, ഏതെല്ലാം തൂലികൾ പട രേഖപ്പെടുത്തമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. മാ ഫഅലു എന്നല്ല, മാ ഖാലു എന്നല്ല, മാ ഖദ്ദമൂ. ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ കൊണ്ടുവന്നത് അത് അവന്റെ കണ്ണിന്റെ പിരിക കൊണ്ടാണെങ്കിലും ശരി, അവന്റെ ചൂണ്ടുവിരൽ കൊണ്ടോ ചെറുവിരൽ കൊണ്ടോ അവന്റെ ബോഡിയിൽ എങ്ങേജ് കൊണ്ടോ ഏത് പ്രവർത്തനങ്ങൾ നടത്തുന്നുവോ നമ്മുടെ തമ്പുരാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ എഴുതുമ്പോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കാണുമ്പോ സന്തോഷം ലഭിക്കുന്നതല്ലാതെ എഴുതരുത് കേട്ടോ. ഇബ്രാഹിമുൽ ഖവാസ് ആ സഹോദരനെ വൈദസ്തൻസഹക ഫൻസഹുലഹു, സാരോപദേശം നൽകൽ അങ്ങുമിങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തി, അല്ലാഹു തന്നെ എന്റെയും നിങ്ങളുടെയും നാവ് യന്ത്രണങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹം അത്
സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവത്വത്തിൻ അല്ലാഹുവിന്റെ ഇബാദത്തിൽ അതാ വഴിക്കുന്ന യുവാക്കൾ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ നാട്ടിൽ മരണപ്പെട്ടുപോയ ദീനിന്റെ പ്രവർത്തക ചെറുപ്പക്കാരുണ്ട്. അവർക്കെല്ലാം നിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ ിന്റെ ചോല നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഒരു യുവാവ് അവന് ആരോഗ്യമുള്ള സമയം, അവൻ അനുകൂലമായ സാഹചര്യം തിന്മകൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫലഹു അജ്റു മിഅതി ഷഹീദും. പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്, അപ്പോഴും അവിടെ നന്മയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും തിന്മകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും കളങ്ങളും ഒരുങ്ങവേ അവിടെ തിന്മകൾക്ക് പോകാതെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന യുവാക്കളുണ്ടോ? അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഓഫർ 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്കും നിങ്ങൾക്കും റബ്ബ് തന്ന ഈ ആരോഗ്യ സമയത്തിന്റെ ണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും റബ്ബ് ഒരു രോഗം തന്ന് പരീക്ഷിച്ചാൽ അത് ബോധ്യപ്പെടും. 25 വയസ്സുകാരൻ മഞ്ചേരിയിൽ സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോ കാലിന്റെ അടിയിൽ നിന്ന് ഒരു തരുപ്പ്. അവിടെ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടു ചികിത്സിച്ചു, ശമനം കണ്ടില്ല. നാട്ടിലേക്ക് പോന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സിച്ചു. ഡോക്ടർമാര് ചെക്കപ്പ്. ദിവസങ്ങൾ കൂടുന്തോറും ആ ചെറുപ്പക്കാരന്റെ കാൽപാദത്തിന്റെ അടിയിലുള്ള ആ തരുപ്പ് മുകളിലേക്ക് പടരുന്നു. ഊരവരെ തരുക്കുകയാണ്. ഡോക്ടർമാര് ടെസ്റ്റ് നടത്തി പ്രഖ്യാപിച്ചു, ആ 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള ആ യൗവനം വിട്ടുമാറാത്ത ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ക്യാൻസറാണ്. ആ ചെറുപ്പക്കാരന്റെ ലിംഗ അവയവം കട്ടു ചെയ്ത് ഡോക്ടർമാര് ഒഴിവാക്കി. അല്ലാഹുവേ, ഈ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്ത ഒരൊറ്റ യുവാക്കൾക്കും മാന്യ സഹോദരങ്ങൾക്കും ക്യാൻസറിന്റെ അണുബാധ നൽകല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാർ ഈ സദസ്സിൽ ഇൽമു കേൾക്കുന്നുണ്ട്. അല്ലാഹ്, ആധുനിക സയൻസ് പറയുന്നു 2015 പിറന്നു, 2020 എത്തുമ്പോ 3 ആളുകളിൽ ഒരാൾക്ക് വീതം ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം പിടികൂടുമെന്ന്. മാന്യ സഹോദരങ്ങളെ, പത്രത്തിൽ വായിച്ചില്ലേ? കോഴിക്കോട് ജില്ലയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ അതേ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാൻസറിന്റെ അണുബാധ ഉള്ള രോഗികളെ കണ്ടെത്താൻ പഞ്ചായത്തിന്റെ ഭരണകൂടം ടെസ്റ്റ് നടത്തിയപ്പോ, മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോ ആ മെഡിക്കൽ ക്യാമ്പിൽ 300 ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 175ഓളം വരുന്ന സഹോദരങ്ങൾക്ക് അതേ മാരകമായ രോഗമുണ്ട്, ക്യാൻസറിന്റെ അണുബാധയുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ന്യൂ ജനറേഷനെ തിരുത്തെഴുതുന്നവരല്ലേ? പ്രിയപ്പെട്ട SSFന്റെ സഹപ്രവർത്തകന്മാരെ, ഞാനും നിങ്ങളും അതേ പഴയകാലത്ത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ആചാരമുണ്ട്.
ആ ആചാരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്തിയാൽ ഏറെക്കുറെ മാരകമായ രോഗങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മോചനം നേടാൻ കഴിയും. അതാണ് മങ്കൂസ് മൗലിദ്. പൊന്നാനി പള്ളിയിൽ കേന്ദ്രീകരിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക്, പ്രബോധനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലേ ശൈഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ മഅ്ബരി. പ്ലേഗ് രോഗം പിടിപെട്ട് നൂറുകണക്കിന് മനുഷ്യർ, പൊന്നാനിയിലെ ജനങ്ങൾ മരിച്ചു വീണപ്പോ അതാ കാളിയാരുടെ സമീപത്ത് ചെന്നു. ആ നാട്ടുകാരെ ആവലാതിപ്പെട്ടു. സൈനുദ്ദീനുൽ മഖ്ദൂമുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് അങ്ങ് രചിച്ചിട്ട് ആ ജനങ്ങളോട് ചൊല്ലാൻ നിർദ്ദേശിച്ചപ്പോ സംശയിക്കാതെ, പരിശോധന നടത്താതെ പൊന്നാനിയിലെ ജനങ്ങൾ ആ മങ്കൂസ് മൗലിദ് അങ്ങ് പാടിയപ്പോ സുബ്ഹാനല്ലാഹ്, പ്ലേഗ് രോഗത്തിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിച്ചു. സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. സ്വലാത്ത് നൂറുകണക്കിന് എല്ലാ ദിവസങ്ങളും പതിവാക്കണം. ചെറുപ്പക്കാരേ, എന്റെയും നിങ്ങളുടെയും യൗവനത്തിൽ മാരകമായ രോഗം വന്ന് ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകാതിരിക്കാൻ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലും അതേ യാത്രക്കിടയിലും നീ വെറുതെ ഇരിക്കുമ്പോഴും എല്ലാം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലുമോനെ, നീ സ്വലാത്തു ചൊല്ലുമ്പോ ആ നാവിൽ പൊടിഞ്ഞു വരുന്ന ഉമിനീരുണ്ടല്ലോ, ആ ഉമിനീര് നീ വയറ്റിലേക്ക് അങ്ങ് ഇറക്കുന്നുവെങ്കിൽ ആ സ്വലാത്തിലൂടെ പൊടിഞ്ഞു വന്ന ഉമിനീരിന്റെ തുള്ളികൾക്ക് ക്യാൻസറിന്റെ അണുബാധയെ തടുക്കാനും അതിനെ നശിപ്പിച്ചു കളയാനും ശക്തിയുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് സൗണ്ട് കൂടുതലുണ്ടോ? സൗണ്ട് കുറയ്ക്കല്ലോ. അൽഹംദുലില്ലാ, നല്ല മജ്ലിസ്, ഒരാളും അനങ്ങുന്നില്ല. നല്ല റാഹത്തോടെ വയല് കേൾക്കാൻ അല്ലാഹു ശുഹദാക്കളുടെ പൊരുത്തം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ തങ്ങൾ പറഞ്ഞ ആ അദബ് പാലിച്ചാണ് നമ്മൾ ഈ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത്. തീരുവോളം ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എനിക്കും നമുക്കെല്ലാം അല്ലാഹു അവസാനം വെള്ളിയാഴ്ച രാവോ പകലോ കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്ന യുവത്വം, ആ യുവത്വത്തിന്റെ വിലയറിയണമെങ്കിൽ, ആരോഗ്യത്തിന്റെ നിഅമത്തിന്റെ വലുപ്പമറിയണമെങ്കിൽ റബ്ബ് ചെറിയ ഒരു രോഗം തന്ന് പരീക്ഷിക്കുമ്പോ മനസ്സിലാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേ ഒരു അപകടത്തിൽപ്പെട്ട് അവിടെ മൂലയിൽ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുള്ള സമയത്ത് ഞാൻ നടന്നു, ഇൽമിന്റെ സദസ്സിൽ പോയി ഇരുന്നു, ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. ആരോഗ്യമുള്ള സമയത്ത് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് രോഗം തന്ന് നീ പരീക്ഷിക്കുന്നു അല്ലാഹ്. ആരോഗ്യമുള്ളപ്പോ ഞാൻ കുറച്ച് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന ഒരു വലിയ സുപ്രതീക്ഷ, നല്ല ഒരു വിചാരം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. മുഅ്മിനീങ്ങളെ, ഈ പ്രതീക്ഷയോട് കൂടിയിട്ടേ ഒരു മുസ്ലിം മരിക്കാവൂ.
നിങ്ങൾ മരിക്കുമ്പോ അല്ലാഹുവിൽ നല്ല പ്രതീക്ഷ വെച്ച് മരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവും ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് ബോധ്യപ്പെടുത്തിയ ആശയമാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. അപ്പോ ആ നല്ല പ്രതീക്ഷയുണ്ടായി മരിക്കണമെങ്കിൽ യുവത്വമുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ഏറെ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യം റബ്ബ് തരുമ്പോ ഈ രക്തത്തിന്റെ പ്രസരിപ്പിൽ, യുവത്വത്തിന്റെ പളപളപ്പിൽ സുബ്ഹാനല്ലാഹ് കണ്ണുകൊണ്ട് പലയിടങ്ങളിലേക്കും നോക്കാൻ പിശാച് നമ്മളോട് ദുർബോധനം നടത്തുമ്പോ ഇല്ല, എന്റെ റബ്ബ് തന്ന ആരോഗ്യ ഹറാമിലേക്കും ഞാൻ എന്റെ കണ്ണ് ഉപയോഗപ്പെടുത്തൂല്ല. തീരുമാനിക്കണേ യുവാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ. കണ്ടില്ലേ, SSF എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ സമരങ്ങളിലെല്ലാം വിജയങ്ങളും നേടിയിട്ടുണ്ട്. ഓറിയന്റൽ അറബി കോളേജുകളിലെ പാഠപുസ്തകങ്ങളിൽ ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ ഇത്തിക്കണ്ണികളായി പ്രവർത്തിക്കുന്ന വിദേഹത്തിന്റെ കക്ഷികൾ ഭരണകൂടങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ തെറ്റായ പുത്തനാശയങ്ങൾ തിരികെ കയറ്റിയപ്പോ SSFന്റെ ധർമ്മ പോരാളികളെ, നാം അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി സമരം നടത്തിയില്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ചെന്ന് SSFന്റെ 10,000-കണക്കിനുള്ള പോരാളികൾ അവിടെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കടന്നു വന്നു. SSFന്റെ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ന്യായമായ അവകാശം ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു. ആ ബിദ്അത്തിന്റെ ആശയങ്ങൾ ഞങ്ങൾ പിൻവലിക്കും, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് പറഞ്ഞപ്പോ സമരം അവസാനിപ്പിച്ചവരാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകരെങ്കിൽ പാലപ്പറ്റ സുന്നി പള്ളി, ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാർ കള്ള രജിസ്ട്രേഷനിലൂടെ അവര് കൊള്ളയടിച്ചപ്പോ അതേ ഭരണകൂടത്തിന്റെ മുമ്പിൽ ചെന്നു പ്രതിഷേധിച്ചില്ലേ? ആ പ്രതിഷേധം വിജയിച്ചു. സുന്നികൾക്ക് ആ പള്ളിയുടെ പരിപാലനം തിരിച്ചു കൊടുത്തു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്രയേറെ സമര പോരാട്ടങ്ങൾക്ക് നാം നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ SSF എന്ന് പറയുന്ന മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് സാധിച്ചെടുത്ത ഏറ്റവും വലിയ വിപ്ലവം എന്താ? ലക്ഷക്കണക്കിന് വരുന്ന മതത്തിന്റെ മൂല്യങ്ങൾ സകാത്ത് സംരക്ഷിക്കുന്ന, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പറ്റം യുവതലമുറയെ ഈ രാജ്യത്തിന് സമ്മാനിച്ചു. ഞാൻ ഇത് വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ പിടിച്ചോളൂ. അതെ, ഞങ്ങളുടെ പ്രവർത്തകർ ഈ താത്തൂരിലെ പ്രഭാഷണം വിദേശ രാജ്യങ്ങളിലും മറ്റുമുള്ള സഹോദരങ്ങൾക്ക് അതേ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഓൺലൈനിന്റെ പ്രവർത്തകന്മാർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു അവർക്കും അത് കേൾക്കുന്നവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്ന മീഡിയ മിഷൻ എന്ന ചാനലിന്റെ ഓപ്പണിംഗ് നടന്നില്ലേ? സുന്നി യുവജന സംഘത്തിന്റെ ഐതിഹാസികമായ 60-ാം വാർഷിക
ത്തിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആബിദ് അരീക്കോട് മീഡിയ മിഷന്റെ ലോഞ്ചിങ് നടന്നപ്പോ സന്തോഷത്തോടെ സമ്മേളനത്തിന്റെ സമാപന ദിവസം സമ്മേളനം പിരിഞ്ഞു. വീട്ടിലേക്ക് നട്ടപ്പാതിര നേരത്ത് ബൈക്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഉറങ്ങിപ്പോയി. ഒരു പോസ്റ്റിൽ ചെന്ന് ബൈക്കിടിച്ചു. പ്രിയപ്പെട്ട ആബിദ് അങ്ങോട്ടെറിച്ചു വീണു. അവന്റെ തല വന്നു. മഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് കാലിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടർമാര് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ആംബുലൻസിൽ കയറ്റി പ്രിയപ്പെട്ട ആബിദിനെ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ മാന്യ ചെറുപ്പക്കാരേ, തലയിൽ പൊട്ടുണ്ട്, രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ആ കൂട്ടുകാരൻ ആ ആംബുലൻസിന്റെ അകത്തുള്ള കൂട്ടുകാരോട് പറയുന്നു, കലിമ ചൊല്ലിത്തരൂ, കലിമ ചൊല്ലിത്തരൂ. ആബിദ് അരീക്കോടിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹപ്രവർത്തകന്മാര് കലിമ ചൊല്ലിക്കൊടുത്തപ്പോ ആ കലിമത്തു തൗഹീദിന്റെ വചനങ്ങൾ പ്രിയപ്പെട്ട ആബിദ് എന്ന് പറയുന്ന സഹപ്രവർത്തകൻ ഏറ്റുചൊല്ലുന്നു. മെഡിക്കൽ കോളേജിലെത്തിച്ചു. ഫലം കണ്ടില്ല. പടച്ച റബ്ബിന്റെ നേരത്തെയുള്ള തീരുമാനത്തിന്റെ ആ ആബിദ് വഴങ്ങേണ്ടി വന്നു. ആബിദിന്റെ ജനാസയുമായി അരീക്കോടുള്ള കൂട്ടുകാരന്റെ വീട്ടിലേക്ക് അങ്ങ് ചെന്നപ്പോ വാപ്പയില്ല. അനാഥനായ മകനായിരുന്നു ആബിദ്. അതുകൊണ്ട് തന്നെ അനാഥനായതുകൊണ്ട് യതീമിന്റെ പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ സഹധർമ്മിണിയാ സ്വീകരിക്കുന്നുവെങ്കിൽ ഒരു യതീമായ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കൂ. ആബിദ് തീരുമാനിച്ചു. ഒരു യതീം കുട്ടിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ ഭാര്യയിൽ 2 ചെറിയ മക്കളുണ്ട്. ആ ചെറിയ ഓടുവാകിയ ചെറിയ കുടിലിലേക്ക് ആബിദിന്റെ ജനാസയുമായി ാകുന്ന ഞങ്ങളങ്ങ് കടന്നു ചെന്നപ്പോ ആ യതീമായ പെൺകുട്ടി വാവിട്ട് കരയുന്നു. പ്രിയപ്പെട്ട പെറ്റുമ്മ വിതുമ്പി കണ്ണീരൊഴുക്കുന്നു. 100 കണക്കിനല്ല 1000കണക്കിന് ഒരു നേരത്തെ നിസ്കാരം ഖളാക്കാരെ ദീനിന്റെ മതത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിച്ച് ജീവിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ധ്വജവാഹകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവസാനം സാബിരിന്റെ മുഖം പൊതുദർശനത്തിന് വേണ്ടി വച്ചപ്പോ സുബ്ഹാനല്ലാഹ് ആ വീട്ടിന്റെ അകത്ത് നിന്ന് വിളിക്കുന്നു. നേതാക്കന്മാരിൽ ആരെങ്കിലും ഒന്ന് കടന്നു വരൂ. ഓ ഉസ്താദുമാരിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അകത്തേക്ക് വരൂ. ആരാ വിളിക്കുന്നതെന്നറിയുമോ? ഈ ആബിദെന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാ.
ആ ഉമ്മ പറയുന്നു, ഉസ്താദുമാരേ, ഓ SSFന്റെയും SYSന്റെയും നേതാക്കന്മാരേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് +1 അങ്ങ് കടക്കുമ്പോ ഈ യൂണിറ്റിന്റെ SSFന്റെ ജനറൽ സെക്രട്ടറിയായി. അന്നു മുതൽ മരിക്കുന്നതുവരെ അവനൊരു SSFന്റെ പ്രവർത്തകനായി ജീവിച്ചതുകൊണ്ട് എന്റെ പൊന്നുമോൻ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മോന്റെ ജനാസയുടെ മുഖം അന്യ സ്ത്രീകൾക്ക് കാണിച്ചു കൊടുക്കരുതേ. ഒരു പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ട് ഒരു SSFന്റെ ധർമ്മ പോരാളിയാകുന്ന ആബിദ് അരീക്കോട് ഈ ഒരു അഭിപ്രായം പ്രഖ്യാപിച്ചുവെങ്കിൽ, ഓ ചെറുപ്പക്കാരേ, ഈ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അനുയായികളും പ്രവർത്തകരുമായി തീരണേ. കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്, ചെവിടുകൊണ്ടുള്ള കേൾവി വ്യഭിചാരമാണ്, കൈകൊണ്ടുള്ള സ്പർശനം വ്യഭിചാരമാണ്, കാലുകൊണ്ടുള്ള അവിഹിത ബന്ധത്തിലേക്കുള്ള നടത്തം കാലുകൊണ്ടുള്ള വ്യഭിചാരമാ. പറയുന്നതാരാണെന്നറിയുമോ? സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ക്ഷീണിച്ചു പോയി അല്ലേ? സ്വലാത്ത് ഉറക്കെ ചെല്ലണം, അതാണ് നമ്മളെ ഊർജം. എല്ലാ ദിവസവും ഇങ്ങനെ വയലിന് പോകാറുണ്ട്. അൽഹംദുലില്ലാ, ഉച്ച വരെ ശബ്ദത്തിന് കംപ്ലൈന്റ് ഉണ്ടാവും. ഉച്ച കഴിഞ്ഞാലോ വയലിന്റെ സമയമാകുമ്പോൾ ഇങ്ങനെ തുറക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ ദീന് ഖിദ്മത്തിന് വേണ്ടി അള്ളാഹു വലിയ തൗഫീഖ് തരാൻ. അതുകൊണ്ട് നമുക്കൊക്കെ ഉള്ള ആരോഗ്യവും എല്ലാ സമൃദ്ധങ്ങളും സൗഖ്യങ്ങളും സൗഖ്യങ്ങളും നമുക്ക് നേടാൻ ലഭിക്കുന്നത്, ആ ഊർജം ലഭിക്കുന്നത് സ്വലാത്തിലൂടെയാണ്. അതുകൊണ്ട് ഉച്ചത്തിലൊരു സ്വലാത്ത് ചൊല്ലിക്കൂടെ? വളരെ ഉച്ചത്തില് നമുക്ക് ഉച്ചത്തിലൊരു മുദ്രാവാക്യം വിളിക്കാൻ മുത്തുനബിയുടെ പേര് പറയലല്ലാതെ പിന്നെ എന്താ? അതുകൊണ്ട് മദീന മുനവ്വറയിലേക്ക് ത്വാഹ വയാസീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിന്ന് ക്ലാസ് എടുത്തു. സ്വഹാബികളെ, അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുത്. ആ ക്ലാസ് കേട്ട സ്വഹാബികളിൽ സഅലബ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. യാത്രക്കിടയിൽ കൂട്ടുകാരന്റെ വീട്ടിന്റെ ഭാഗത്തെത്തിയപ്പോ ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് ആ ദൃഷ്ടി അങ്ങ് പതിഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്, ഞാനൊരു അന്യ പെണ്ണിന്റെ മുഖം നോക്കിയല്ലോ. മദീന പള്ളിയിൽ വെച്ച് പാടില്ല എന്ന് പറഞ്ഞതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു, വേദനിച്ചു. ആ നടത്തം അവസാനം ഒരു മലയുടെ താഴ്വരയിലെത്തുന്നു. വൈകുന്നേര സമയമാണ്. മലയുടെ മുകളിലേക്ക് ബഹുമാനപ്പെട്ട സഅലബ കയറുകയാണ്. ഇന്നി ദനബ്തു ദംബൻ അളീമാ, ഞാൻ വലിയൊരു പാപം ചെയ്ത കുറ്റവാളിയാണ്. വ ഇന്നി ഹാരിബും മിനന്നാർ, ഞാൻ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഓടിപ്പോകുന്നവനാണ്. ഇതങ്ങ് പറഞ്ഞുകൊണ്ട് സഅലബ
റളിയല്ലാഹു അൻഹു മലയുടെ ഉച്ചിയിലേക്ക് കയറുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ താഴേക്ക് പിന്നെയും ഇറങ്ങുകയാണ്. ആവർത്തിച്ച് കയറുന്നു, ഇറങ്ങുന്നു. രാത്രി സമയങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടുന്നു. മദീന പള്ളിയിലുള്ള ജമാഅത്ത് നിസ്കാരത്തിൽ കഅബാനെ കാണുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ്, സൽമാനുൽ ഫാരിസി, സഅലബാന്റെ വീട്ടിലേക്ക് പോകൂ, സഅലബാനെ കൊണ്ടുവരൂ. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. SSFന്റെ സർക്കുലർ കിട്ടുമ്പോ ഓ യൂണിറ്റിന്റെ പ്രവർത്തകന്മാരെ, സെക്ടറിന്റെയും ഡിവിഷന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ, എനിക്കും നിങ്ങൾക്കും ആ സർക്കുലറിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ പൂർണ്ണ സന്നദ്ധതയുള്ള മനസ്സ് വരാറുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അനുചരന്മാരെ ഉപദേശിക്കുമ്പോ അവിടുന്ന് ഏറ്റെടുക്കുന്ന ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളുടെ വാപ്പനെ തരണോ? വാപ്പയെ തരാം. ഉമ്മയെ തരണോ? ഉമ്മയെ തരാം. മാതാപിതാക്കളെക്കാളും സ്വന്തം ജീവനേക്കാളും ഞങ്ങൾ സ്നേഹം നൽകുന്ന നേതാവാണ് നിങ്ങൾ ഹബീബേ. ഉമർ ഇബ്നുൽ ഖത്താബ് റഹിമഹുല്ലാഹ് തങ്ങൾ പുറപ്പെട്ടു. കൂടെ സൽമാനുൽ ഫാരിസിയുമുണ്ട്. സഅലബാന്റെ വീട്ടിലെത്തി. അന്വേഷിച്ചപ്പോ സഅലബാന്റെ പെണ്ണ് പറയുന്നു, ഇല്ല, ോളമായി പുറത്തിറങ്ങിയതാണ്, തിരിച്ചെത്തിയിട്ടില്ല. സഅലബാനെ നാട്ടിൽ ഇറങ്ങി അന്വേഷിച്ചു. ആ അന്വേഷണം സഅലബായുള്ള മലയുടെ മുകളിലെത്തുന്നു. അവിടെ ഒരു ആട്ടിടയനെ കണ്ടു. അന്വേഷിച്ചു, ഇവിടെ ഞങ്ങളെ കൂട്ടുകാരനുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുന്നത് ഹാരിബും മിനന്നാറിനെയാണോ? ഈ പർവ്വതത്തിന്റെ താഴ്വരയിലാണ് എന്റെ ചെറ്റക്കുടിൽ. എല്ലാ ദിവസവും രാത്രിയുടെ നിശബ്ദതയിൽ ഈ പർവ്വതത്തിന്റെ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴോട്ടും ഒരു ചെറുപ്പക്കാരൻ ഓടാറുണ്ട്. അയാൾ വിളിച്ചു പറയാറുണ്ട്, ഇന്നീ ദനബ്തു ദംബൻ അളീമാ, ഞാനൊരു പാപം ചെയ്തവനാണ്, ഞാൻ വലിയ മഹാപാപിയാണ്. വ ഇന്നീ ഹാരിബും മിനന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഓടുന്നവനാണ് ഞാൻ. ഇതും പറഞ്ഞു ഓടുന്ന സുഹൃത്തിനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതേ, സഅലബാനെ പോലെ ഒരാൾ പിന്നിലൂടെ നടന്നു നടന്ന് അടുത്തപ്പോ സഅലബ തന്നെയാ. പിന്നിലൂടെ ചെന്ന് ആ ഷോൾഡറിനങ്ങ് പിടിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് സഅലബ കുതറി മാറുന്നു. ആരാണ് ഈ സമയത്ത് ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്ന ഈ പാവപ്പെട്ട കുറ്റവാളിയാകുന്ന സഅലബാനെ ശല്യം ചെയ്യുന്നതിന് വേണ്ടി ഈ മലമുകളിൽ എത്തിയിരിക്കുന്നത്? എന്നെ ശല്യം ചെയ്യാതെ തിരിച്ചു പോകൂ. തഅരിഫുനി അന ഉമറുൽ ഫാറൂഖ് الذي سماني النبي المصطفى الفاروق. ഓ സഅലബ, പിടിച്ച ആളെ അറിയില്ലയോ?
സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്നവൻ എന്ന് ഫാറൂഖ് എന്നെ ഓമന പേര് വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരനായ എളിയ ശിഷ്യനായ ഉമറാണ് കേട്ടോ. സഅലബാ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റഹിമഹുല്ലാഹ് തങ്ങളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സഅലബാന്റെ കൈപിടിച്ച് സൽമാനുൽ ഫാരിസിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും റളിയല്ലാഹു അൻഹും അജ്മഈൻ മദീന പള്ളിയിൽ എത്തുകയാണ്. സഅലബാ, എന്നെ ഹബീബ് അന്വേഷിച്ചിരിക്കുന്നു. പള്ളിയിലെത്തിയപ്പോ നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കുന്നു. ഓടിക്കയറി വുളു എടുത്തു, സഫ് കെട്ടി. കരയിൽ വുളുയിലാണ്. സഹാബികൾ ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല, ഒളിച്ചോടാറില്ല. നിസ്കാരം കഴിഞ്ഞപ്പോ സഫിൽ സഅലബാനെ കാണുന്നില്ല. എവിടെ സഅലബാ? പുറത്തു ചെന്നു നോക്കുമ്പം ബോധം കെട്ടുകിടക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബാൻ വെള്ളം കുടഞ്ഞു. ذنبت ذنبا عظيما. ആ പാപം പടച്ച റബ്ബ് എനിക്ക് തരലാണ്. എന്റെ അവസാനത്തെ ആഗ്രഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഗ്ഫാർ നടത്തുകയാണ്. സഅലബാഹുവിന് പിന്നെ അല്ലാഹു ക്കുകയാണ്. അബ്ശിർ യാ സഅലബാ ഗഫറല്ലാഹു, അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷ വാർത്ത. ഇന്നാ ലില്ലാഹ്. ഒരു അന്യ പെണ്ണിന്റെ മുഖം നോക്കി എന്ന ആ കുറ്റബോധത്തോടെ തേങ്ങിക്കരച്ച് തൗബ ചെയ്ത് പാപമർണിച്ച റബ്ബിനോട് മരണപ്പെട്ടുപോയ സ്വഹാബിയാണ് ബദരീങ്ങളിൽപ്പെട്ട റളിയല്ലാഹു അൻഹു തങ്ങളെങ്കിൽ കോളേജിലേക്ക് പോകും. അതേ വർഷമല്ലേ നടക്കുന്ന ദേവർഷോല ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ തിരക്കിലല്ലേ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ 11-ാം തീയതി തിങ്കളാഴ്ച ആത്മീയ സമ്മേളനത്തിന് ദുആക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹു നമ്മുടെ പദ്ധതികളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. സഹോദരങ്ങളെ, വാട്സാപ്പ് ഉപയോഗിക്കണം. അതേ ഫിത്ന ബുക്ക് ഉപയോഗിക്കണം. ഫിത്നയ്ക്ക് വേണ്ടിയല്ല, നന്മകളുടെ പ്രചാരണത്തിന് വേണ്ടിയാ. സംഘടനയുടെ പദ്ധതികളുടെ പ്രചരണത്തിന്, നല്ലതിന് വേണ്ടി ഈ ആധുനിക സംവിധാനങ്ങൾക്ക് ഉപയോഗ ഏത് ഖൈറ് തുടരുന്നതിൽ ഏത് വിപത്തുകളും ഏത് ആധുനിക സംവിധാനങ്ങളിലൂടെയാ മഹാന്മാരായ പണ്ഡിതന്മാര് പ്രഖ്യാപിക്കുന്നു. എത്ര ശരിയാ പറഞ്ഞത്. ഫേസ്ബുക്കിൽ എത്ര ഫിത്നയാ നടക്കുന്നത്. വാട്സാപ്പിൽ എത്ര ആണ് പ്രചരിപ്പിക്കുന്നത്. ഓ മാന്യ സഹോദരങ്ങളെ, നിന്റെ ആ മൊബൈൽ ഫോണിൽ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും നീ പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത
പോസ്റ്റ് ചെയ്യല്ല. അള്ളാന്റെ റസൂല് വിലക്കിയ ഒന്നും നീ കമന്റ് അടിക്കല്ല. ശ്രദ്ധിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാനും ഏറ്റിത്തരട്ടെ. ഇന്ന് എന്റെ സമീപത്ത് ഒരു സഹോദരൻ വന്നു. കുടുംബ സമീപത്ത് കൗൺസിലിംഗിന് വേണ്ടി കൊണ്ടുവരട്ടെ. രക്ഷിതാക്കളെ, നിങ്ങളോടും ചിലത് പറയാനുണ്ട്. SSLC കഴിഞ്ഞ് +1 കൊണ്ടുപോയി ചേർക്കുമ്പോ അതേ എവിടെ വിട്ടാൽ മയക്കുമരുന്നിന്റെ അടിമയായി നിന്റെ മുമ്പിലേക്ക് ഖടാരയെ നീ താലോലിച്ചു വളർത്തി പൊന്നുമോൻ വരുമ്പോ ഖേദിച്ചിട്ട് കാര്യമില്ല. ലോകത്തെ ഭരണകൂടത്തിലെ സംവിധാനങ്ങളിലൂടെ കണപ്പെടുപ്പി നമുക്ക് ലഭിച്ച വാർത്തയൻ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളിൽ വരെ പഠിക്കുന്ന ചെറിയ വരെ തിരിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പുതിയ കാലത്ത് മയക്കുമരുന്നിന്റെ വ്യാപനം നടക്കുന്നു. ലഹരി പദാർത്ഥങ്ങളും വിൽപ്പന നടത്തുന്ന സ്കൂളിൽ കൊണ്ടുപോയി നിങ്ങളെ മക്കളെ ചേർക്കല്ല. രക്ഷിതാക്കളെ, ഞാൻ എന്റെ കൂട്ടുകാരികളോട് ഓർമ്മപ്പെടുത്തുന്നു. മോളെ, നീ മയക്കുമരുന്ന് ഉപയോഗിക്കല്ല. ഓ ചെറുപ്പക്കാരാ, വിദ്യാർത്ഥികളെ, നിങ്ങൾ മദ്യപിക്കല്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കല്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യശ്രിബു ശാരിബു ഹീന യശ്രിബു വഹുവ മുഅ്മിൻ. നബിക്കുമ്പോ അസ്സാദിഖുൽ അമീൻ. നബി ചില ആൾക്കാർ മുങ്ങാറുണ്ട്. ഇത് കണ്ട് കുറെ തയക്കുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റിട്ട് ഒരു മൗലായ നമുക്ക് ചെല്ലിയാൽ ഒന്നുകൂടി ഒരു ഉഷാറാവും. വയല് കേൾക്കും. എത്ര നേരം ഇവിടെ വയൽ ഇന്നലെ തുടങ്ങി? ഇന്നലെ വയലുണ്ടായിരുന്നോ? എത്ര നേരം? എത്ര മണിക്ക് അവസാനിച്ചു? ഇൻഷാ അല്ലാഹ് വൈകാതെ ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ നിർത്തും. നിങ്ങൾക്ക് ബോറടിക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തും. പാട്ടപ്പീര് പോവാം. അതൊക്കെ പഴയ കാലത്താണ്. ഇപ്പൊ ഈ ഇൽമു പറഞ്ഞ ദ്വാരന്നിട്ടല്ല. കബീർ എന്റെ നാട്ടുകാരൻ, 35 വയസ്സ്, 2 ചെറിയ മക്കളുണ്ട്. കോളേജ് മേജർ ICUവിൽ കിടക്കുക, വെന്റിലേറ്ററിൽ. കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോളിയും ഡോക്ടർമാർ പറഞ്ഞു. വിദേശത്തുനിന്ന് മൂത്ത ജ്യേഷ്ഠം വന്നു. ഒരു ചെറിയ കൈബേഗുമായിട്ടാ വന്ന്, വേറൊന്നുമില്ല, അടിയന്തരമായിട്ട് വന്ന. അതുകൊണ്ട് കാക്ക വല്ലാത്ത സീരിയസ്, നിങ്ങൾ ദ്വാരക്കണം. ഞാൻ പറഞ്ഞു ആ മജ്ലിസ് ഇന്ന് മജ്ലിസ് ഉണ്ട്, നമ്മൾ ദ്വാരക്കാം. ഇന്നത്തെ എന്റെ സാഹസൊന്ന് ദ്വാരക്കാന്ന് പറഞ്ഞു. ഒരു നാരിയത്ത് സ്വലാത്തില്ല എല്ലാവർക്കും. എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ 3 ദിവസം. അപ്പം പറ അൽഹംദുലില്ലാഹ് 3 ദിവസം കഴിഞ്ഞപ്പോ 3 ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കി, ICUവിൽ നിന്ന് ഒഴിവാക്കി, വാർഡിലേക്കാക്കുക. 2 വീട്ടിലെത്തുക. ഇന്നാ സഹോദരൻ ജോലിക്ക് പോയി, മക്കളെ പോറ്റിയാണ്. വാക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കണം. നല്ല മജ്ലിസിൽ വെച്ച് നല്ല മനസ്സുണ്ടാ. ആമീൻ പറഞ്ഞാൽ ദ്വാരന പഠിത്തം. ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി കലിമ ചൊല്ലി ഹബീബ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളെ മുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കണം തൗഫീഖ് തരണേ. സഹോദരങ്ങളെ, കാരനാ കൈകൊടുത്തു പിടിച്ച് ചൊക്ലിയിലെ ആ കുഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. എന്നെ മുട്ടി ഉമ്മ വന്നു, ഇനി എന്നോടൊപ്പം ഉറങ്ങാൻ എന്റെ നുണ്ട്, കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങിക്കോ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളാം. ഉറങ്ങാൻ കിടത്തി. കൊണ്ടുവന്ന മദ്യപിച്ച് ബുദ്ധിയുടെ ലക്കും ലകാനുമില്ലാത്ത യുവാവി മുറ്റത്തുള്ള കുളിപ്പുരയിലേക്ക് ഉടുക്കാനും കുളിക്കാർത്തുമുണ്ടും എത്തിച്ചു കൊടുക്കുകയാ. വിളിച്ച് മാലിന്യങ്ങളൊക്കെ പോക്കി വെറുതെ മേശ ആ ചെറുപ്പക്കാരനെ ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിച്ചു. നഷ്ടപ്പെട്ടു പോയ ബുദ്ധി തിരിച്ചു വരുന്നത്, ഓർമ്മ വീണ്ടുവന്നത്, ആ ചെറുപ്പക്കാരൻ ഖാലിദിന്റെ മുമ്പിൽ പരുങ്ങുകയാണ്. പ്പെട്ട ഓ ഖാലിദ്, കൂട്ടുകാരാ, പ്രയാസരാ, കാലുമിട്ടടിക്കും മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഓവുചാലിൽ തട്ടിപ്പിടക്കുമ്പോ നിന്റെ മരണമെങ്ങാനും പടച്ച റബ്ബ് തീരുമാനിച്ചിരുന്നെങ്കിൽ മദ്യയുടെ മനസ്സിൽ നിന്ന് ഈമാനില്ലാതെ അവസാനം നന്നാകാതെ കാരണവശാലും മദ്യപിക്കൂല എന്ന് നീ തീരുമാനിക്കണം. എന്റെ കൈപിടിച്ച എനിക്ക് വാക്ക് തരണം എന്ന് ഖാലിദ് സാഹിബ് അങ്ങ് പ്രഖ്യാപിച്ചു. നീണ്ട ഉപദേശമങ്ങ് നൽകി. ലൈറ്റ് ഇത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ രണ്ടും കണ്ണീർ തുള്ളികൾ ചാലിട്ടൊടു ഖാലിദിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഖാലിദേ, മേലിൽ ഞാൻ മദ്യപിക്കൂല. ഒരു നിയലം ഖാലിദിനോടൊപ്പത്തുകാരൻ ഇന്ന് ഒരു സുന്നി ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ അവസാനത്തെ കണ്ണി നന്നാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ, ഈ സമുദായത്തിന്റെ ആദ്യ ഭാഗത്തുണ്ടായ ും ഔലിയാക്കളും സാലിഹീങ്ങളും ഏത് മാർഗത്തിലൂടെയാണോ നടന്നത് അതേ വഴി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഓ ജനറേഷന്റെ തലയിൽ എല്ലാ തിന്മകൾ ഉത്തരവാദിത്വം ുന്ന പ്രഭാഷണങ്ങളാണ് കവലകളിൽ നമ്മൾ കേട്ടുന്നത്, ക്യാമ്പയിനുകളാണ് നമ്മൾ. ഇവിടെ ജന്മം നൽകാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടാണ്. അതാണ് ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ക്യാപ്ഷനിൽ ഉണർത്തുകാലം നമ്മൾ ആചരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചോട്ടെ. ന്യൂ ജനറേഷനായി പലരും അറിയപ്പെടുന്നു, ന്യൂ ജനറേഷൻ പലരെയും വിളിക്കപ്പെടുന്നു. അവർക്കൊക്കെ ഇല്ലാതെ പോകുന്നത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയ മുമ്പിലുള്ള ഭീഷണി എന്താ ചോദിച്ചാൽ ബഹുമാനമില്ല, ആദരവില്ല, സ്നേഹമില്ല. ഈ സദസ്സിലുള്ള കാരണവന്മാർ അല്ലെ പ്രായമുള്ള ഉമ്മമങ്ങന്മാർ, അവരോട് ചോദിച്ചാൽ അവര് വാപ്പച്ചി വീട്ടിലേക്ക് കയറി വരുമ്പോ
ഞങ്ങള് വാപ്പാന്റെ മുമ്പിൽ നിൽക്കാറില്ല, അല്ലെങ്കിൽ ഇരിക്കാറില്ല. മാതാപിതാക്കൾ അവർക്കിടയിലൂടെ അവരെ മുമ്പിലൂടെ ഞങ്ങൾ നടക്കാറില്ല. ഉപ്പ വീട്ടിലുണ്ടോ, ആ വീട് വളരെ സൈലന്റ് ആയിരിക്കും. ഇതായിരുന്നു പഴയ. വാപ്പാനോട് വലിയ ബഹുമാനമായി. ഉമ്മ എന്തു പറഞ്ഞാലും അത് തനിക്ക് കൊള്ളാത്തതാണെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥിനികളെയും നമ്മുടെ മക്കളെയും അല്ലാഹു നന്നാക്കി തരട്ടെ. ഇതേ വേദിയിൽ പ്രഭാഷണങ്ങൾ നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ നടക്കുന്നതുകൊണ്ടോ ഞാൻ ആ ഭാഗം നീട്ടിപ്പരത്തി പറയുന്നില്ല. യുവതികളെ, എനിക്കും നിങ്ങൾക്കും ബഹുമാനവും നഷ്ടപ്പെട്ടു പോകരുത്. ബഹുമാനമാണ് ഒരു മുഅ്മിനിന്റെ, മനുഷ്യന്റെ ഈമാനിന്റെ അകക്കാമ്പ്. സുബ്ഹാനല്ലാഹ്. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? നീട്ടിപ്പരത്തി പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല, അതിന് ഞാൻ മുതിരുന്നുമില്ല. ഉവൈസ് ബിനു ആമിർ റഹിമഹുല്ലാഹ് സ്വന്തം ഉമ്മാനെ ബഹുമാനിച്ചു പോയി, ആ ഉമ്മാനെ സ്നേഹിച്ചു പോയി, ആ ഉമ്മാക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഉമ്മാക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉമ്മാനോട് സംസാരിക്കുന്നു, ഉമ്മാ ഞാൻ മദീനയിൽ ഒന്ന് പോയി വരട്ടെയോ? എന്റെ ഹബീബിനെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട്, സമ്മതിക്കുമോ ഉമ്മാ? ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറയുന്നു, മോനെ, മുസൽമാന്റെ ചങ്കിലച്ചോരയായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കഷ്ണമായ ആഖിദുനാ വവസീലത്തുനാ ഫിദ്ദാറീൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നീ സമ്മതം ചോദിച്ചാൽ അരുത് എന്ന് പറയാൻ ഞാൻ ആളല്ലല്ലോ, അതുകൊണ്ട് മോനെ പൊയ്ക്കോ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, 8 ദിവസം കൊണ്ട് നീ തിരിച്ചു വരണം. ഞാൻ പ്രയാസപ്പെടും, ബുദ്ധിമുട്ടിലാകും. ആ ഉവൈസ് എന്ന് പറയുന്ന പൊന്നുമോൻ അനുസരിക്കുകയാണ്. യമനിൽ നിന്ന്, ഖറനിൽ നിന്ന് ഉവൈസ് യാത്ര പുറപ്പെടുകയാണ്. മദീനയിലെത്തി, അന്വേഷിക്കുന്നു പ്രവാചക പ്രഭു ഹബീബ് മുഹമ്മദ് മുസ്തഫ നായകനെവിടെ? സ്വഹാബികൾ മദീന പള്ളിയുടെ ചാരത്തുള്ള ചെറിയ ആ റൂം കാണുന്നില്ലേ? അതാണ് ലോകാനുഗ്രഹിയായ ഹബീബ് തങ്ങളുടെ സൗദം. ആ വീട്ടിൽ മെല്ലെ മെല്ലെ കാലെടുത്ത് വെച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുറ്റത്തെത്തിയപ്പോ വിളിക്കുന്നു, അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ്. യമനിൽ നിന്ന് അവിടുത്തെ ഒരു ആശിഖ് വന്നിട്ടുണ്ട്. അവിടുത്തെ ആ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് പതുങ്ങിയ ശബ്ദത്തിൽ റിപ്ലൈ വരുന്നു, ഇല്ല, മുത്തുനബി പുറത്തുപോയതാണ്. വേണമെങ്കിൽ സമീപത്തുള്ള പള്ളിയിൽ കയറി വിശ്രമിച്ചോളൂ, താമസിയാതെ ഹബീബ് തങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഉവൈസ് ബിൻ റഹിമഹുല്ലാഹ് ഉമ്മയുടെ ആ മറുപടിക്ക് പ്രതികരിക്കുന്നു, ഉമ്മാ ഇല്ല ഇല്ല,
നാട്ടിൽ നിന്ന് ഈ മദീനയുടെ തിരുമുറ്റത്തെത്താൻ ദിവസം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചു പോകാനും 4 ദിവസം വേണ്ടി വരും. അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഞാൻ പോവുകയാ, എന്റെ ഉമ്മാനെ അനുസരിക്കുകയാ. എന്റെ നേതാവ് കടന്നു വരുമ്പോ ഈ ഉവൈസിന്റെ സലാം പറഞ്ഞേക്കണേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഉവൈസ് ബിനു ആമിർ റഹിമഹുല്ലാഹ് ആയിഷ ഉമ്മയോട് സലാം കൊടുത്തു വിട്ടു തിരിച്ചു പോരുന്നു. സഹോദരങ്ങളെ, ആ ഉവൈസ് ബിനു ആമിർ തങ്ങൾ വന്നിരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങുകയാണ്. ആ തെരുവോരങ്ങളിൽ അന്വേഷിക്കുന്നു. സഹാബാ, എന്റെ ആശിഖ് ഉവൈസ് വന്നിരുന്നു. ആ ഉവൈസിനെ ആരെയെങ്കിലും കണ്ടുമുട്ടിയോ? ഉവൈസ് നടന്നു നീങ്ങിയിട്ടുണ്ട്. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറേ, ഉവൈസിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ നീയൊന്ന് കൈപിടിച്ചോളൂ, ദുആ കൊണ്ട് ഏൽപ്പിച്ചോളൂ. ദുആക്ക് ഇജാബത്തുള്ള മുഹിബ്ബാണ്, ആശിഖാണ്. ആ ഉവൈസിന്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ടി രോഗമുണ്ടായിരുന്നു. പ്രായമുള്ള ഉമ്മ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് കാരണം അല്ലാഹു ഒരു നാണയത്തെ മാത്രം ബാക്കി വെച്ചു. ആ ശരീരത്തിലുള്ള ബാക്കി ഭാഗങ്ങളിൽ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം ഉമർ ഇബ്നുൽ ഖത്താബ് റഹിമഹുല്ലാഹ് പിൽക്കാലത്ത് മദീനയിലേക്ക് കടന്നു വരുന്ന യമനിൽ നിന്ന് വരുന്ന ആളുകളോട് അന്വേഷിക്കുന്നു. ഹൽ ഫീക്കും ഉവൈസ്, നിങ്ങളിൽ ഉവൈസ് ഉണ്ടോ? അങ്ങനെയാണ് ഒരു യാത്രാ സംഘം പറയുന്നു, അതേ ചെരുപ്പ് തുന്നിയിട്ട് പണം സമാഹരിച്ച് ഞങ്ങളോടൊപ്പം വിശുദ്ധ ഹജ്ജിന് വേണ്ടി വന്ന പാവപ്പെട്ട ഒരു സഹോദരൻ ഈ യാത്രാ സംഘത്തിലുണ്ട്. മാടി വിളിച്ചു, ആ പുമേനിയിൽ നിന്ന് ഷർട്ടയിക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റഹിമഹുല്ലാഹ് തങ്ങൾ നിർബന്ധ ആ ഷർട്ടങ്ങ് അഴിച്ചു മാറ്റി. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ വഹബീബുനാ, ചൊല്ലൂ മുഅ്മിനീങ്ങളെ, മദീനയുടെ പച്ചക്കുബ്ബ കണ്ടിട്ടില്ല? അള്ളാന്റെ ഹബീബിന്റെ റൗള ശരീഫ് ഓർമ്മയില്ലേ? മനസ്സിൽ ഓർത്തെടുക്കൂ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച അവിടുന്ന് അടയാളഞ്ഞു കൊടുത്ത ആ നാണയത്തിന്റെ അളവ് മാത്രം ആ വെള്ളപ്പാണ്ടി രോഗമങ്ങ് അല്ല. ഓ ഉവൈസേ, നിങ്ങൾക്ക് ഉമ്മയുണ്ടോ? അതേ, എന്റെ ഉമ്മ മരണപ്പെട്ടുപോയി. എന്റെ ദുആ കാരണം ഔസാനി ഖലീലി വഹബീബി, എന്റെ ഉറ്റ ചങ്ങാതിയും എന്റെ
സഹോദരനും എന്റെ എല്ലാമെല്ലാമായ മുത്തു റസൂലുള്ളാഹ് നിങ്ങളോട് കൈപിടിക്കാനും സലാം പറയാനും ദുആ കൊണ്ട് ആവശ്യപ്പെടാനും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് കൈപിടിക്കണേ, എനിക്കൊന്ന് ദുആ ചെയ്യണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റഹിമഹുല്ലാഹ് തങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കുന്നു. തിരിച്ചു പോകുമ്പോ ഉവൈസ് ഇബ്നു ആമിർ നാട്ടിലേക്ക് പോകുന്നില്ല. എന്നെ ആരും അറിയരുത്, ഏകാന്തനായി എനിക്ക് ഇബാദത്തിന് അവസരം ലഭിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് വേറെ ഒരു രാജ്യത്തേക്ക് പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ഞാനൊരു ലെറ്റർ എഴുതി തരട്ടെ ഉവൈസ്, നിങ്ങൾക്കുള്ള എല്ലാ അദ്ദേഹം ചെയ്തു തരും. ഉവൈസ് പറയുന്നു, ഇല്ല ഇല്ല, എന്നെ ഒരു പടപ്പും അറിയേണ്ടതില്ല. ഞാൻ ശരിക്കും ആത്മീയ റൂട്ടിൽ പോകുന്ന വ്യാജ ത്വരീഖത്തിന്റെ ആളുകളിൽപ്പെട്ട ആളല്ല. ഞാൻ ഖുതുബാണ്, ഞാൻ ശൈഖാണ്, ഞാൻ വലിയ കറാമത്തുള്ള ആളാണ് എന്ന അവകാശം അതും ഉന്നയിക്കാൻ താല്പര്യമുള്ള ആളല്ല. എന്നെ ആരും അറിയേണ്ടതില്ല. ഉവൈസ് ഇബ്നു ആമിർ റഹിമഹുല്ലാഹ് യാത്രയായി. ഈ ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ ഇത്രയും വലിയ മഹത്വം നേടിയത് മാന്യ യുവാക്കളെ, യുവതികളെ, സ്വന്തം പ്രിയപ്പെട്ട പെറ്റുമ്മയെ സ്നേഹിച്ചതുകൊണ്ടും ആ ഉമ്മാക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉമ്മാനെ വേദനിപ്പിക്കുന്ന വാക്കു പറയല്ല. ആ ഉമ്മാന്റെ കണ്ണുനീർ നീ കാരണം ഒരു തുള്ളി ഒലിച്ചു വീണാൽ പടച്ച റബ്ബ് പൊരുത്തപ്പെടൂല്ല, നിനക്ക് ആഖിറത്തിൽ വിജയം ലഭിക്കൂല. മാതാപിതാക്കളെ സ്നേഹിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു നരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്യാം. ശരീഫ്